Political Grand Finale. Co-presented by Berger Paints, 100 Years of Trust. Educational Partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ life is settled. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. നമസ്കാരം. പ്രത്യേക ഇലക്ഷൻ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനത്ത് ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടന്ന രണ്ട് മണ്ഡലങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്ന് തിരുവനന്തപുരം, മറ്റൊന്ന് ആലപ്പുഴ. ത്രികോണപ്പോരായിരുന്നു തലസ്ഥാനത്ത്. ദേശീയതലത്തിൽ വരെ ശ്രദ്ധേയമാകുന്ന കടുത്ത മത്സരമാണ് തിരുവനന്തപുരത്ത് നടന്നത്. വമ്പന്മാരെ വാഴിച്ചും വീഴ്ത്തിയും രാഷ്ട്രീയ നിലപാടിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ പ്രകടമാക്കുകയൊക്കെ ചെയ്ത മണ്ഡലമാണ് തിരുവനന്തപുരം എന്ന് നമുക്കറിയാം. രാഷ്ട്രീയത്തിലുപരി വ്യക്തിപ്രഭാവത്തിൽ വോട്ടർമാർ മാറി ചിന്തിക്കാറുണ്ട് എന്നുപോലും തോന്നിയ പല തെരഞ്ഞെടുപ്പുകളും തിരുവനന്തപുരം നിവാസികൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇത്തവണ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും പന്ന്യൻ രവീന്ദ്രനും 3 പേർ ഇത്തരത്തിൽ ഏറ്റുമുട്ടുമ്പോൾ ഫലം പല മണ്ഡലങ്ങളിലെയും പോലെ പ്രവചനാതീതമാണ് എന്നുള്ളതാണ്. 4ാം തവണയും ജയിച്ചാൽ തരൂർ തിരുവനന്തപുരം സൃഷ്ടിക്കുക ചരിത്രമാകും. പന്ന്യൻ ഇടതുപക്ഷത്ത് ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചു. BJP ശക്തമായ സാന്നിധ്യം മണ്ഡലത്തിലുടനീളം ഉണ്ട്. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മണ്ഡലത്തെ ഇളക്കിമറിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് എന്ന് നമ്മൾ നോക്കിക്കാണണം. അങ്ങനെ പ്രധാനപ്പെട്ട ഈ 3 സ്ഥാനാർത്ഥികളും മത്സരിക്കുമ്പോൾ എന്താണ് തലസ്ഥാനം വിധിയെഴുതിയത് എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. എന്നോടൊപ്പം BV അരുണും ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലിയും ചേരുന്നുണ്ട്. ആദ്യം അരുണിലേക്ക്. അരുൺ, തുടക്കത്തിൽ രാജീവ് ചന്ദ്രശേഖറിനെ BJP അവതരിപ്പിച്ചപ്പോൾ പലരും ചോദിച്ചിരുന്നു, എന്താണ് ഇങ്ങനെ ഒരാളെ കെട്ടിയിറക്കിയതാണോ, അദ്ദേഹത്തിന് ഇവിടെ എന്ത് ഓളം സൃഷ്ടിക്കാനാകും, തരൂരിനെതിരെ എന്ത് പോരാട്ടം കാഴ്ചവെക്കാനാകും എന്നുള്ളത്. പക്ഷേ പിന്നീട് പ്രചരണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഏറ്റവും ഒടുവിലും നമ്മൾ കണ്ടത് വലിയ തോതിൽ രാജീവ് ചന്ദ്രശേഖർ RC എന്ന് പ്രവർത്തകർ വിളിക്കുന്ന RC മുന്നേറുന്നതാണ്. അത് തെരഞ്ഞെടുപ്പ് ഫലത്തിലും പ്രതിഫലിക്കുമെന്ന ആത്മവിശ്വാസമാണ് BJPക്ക്. ആ തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം അത് എങ്ങനെയാണ് മുന്നോട്ട് പോയത്, എങ്ങനെയാണ് ഈ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് അദ്ദേഹം ആ തരത്തിൽ ഒരു പ്രാപ്യനാകുന്ന സംഗതിയിലേക്ക് വന്നത്? രഞ്ജിത്ത്, രാജീവ് ചന്ദ്രശേഖരനെ BJPയുടെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമ്പോൾ ഏറ്റവും അധികം ഈ സ്ഥാനാർത്ഥി ഇവിടെ എന്തെങ്കിലും പ്രഭാവം ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചത് ഒരുപക്ഷെ കോൺഗ്രസ്സുകാരോ CPM-കാരോ അല്ല, ഇടതുപക്ഷമോ UDF-ഓ അല്ല, പകരം BJP-കാർ തന്നെയാണ്. കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയെ കൊണ്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന ചോദ്യം ഉന്നയിച്ചതും ആദ്യമൊക്കെ ആ സ്ഥാനാർത്ഥി വരുമ്പോൾ അപ്രീതിയോടെ മാറി നിന്നതും BJP പ്രവർത്തകർ തന്നെയാണ്, BJPയുടെ നേതൃത്വത്തിലെ വലിയൊരു വിഭാഗം തന്നെയാണ്. പക്ഷേ BJP കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് വളരെ കൃത്യമായ ഒരു ആസൂത്രണത്തോടു കൂടി അദ്ദേഹം കരുക്കൾ നീക്കുകയായിരുന്നു. വളരെ കൃത്യമായ പ്ലാനിങ്. ഒരുപക്ഷെ BJPയുടെ തലസ്ഥാന നേതാക്കൾക്ക് പോലും അറിയാത്ത തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു. എന്താണ് രാജീവ് ചന്ദ്രശേഖരും ടീമും നാളെ ചെയ്യാൻ പോകുന്നത് BJPയുടെ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പോലും അറിയാത്തൊരു സാഹചര്യമുണ്ട്. വളരെ കൃത്യമായ ആസൂത്രിതമായ ശാസ്ത്രീയമായ പ്ലാനിങ് അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്നു. അത് അദ്ദേഹം സ്ഥാനാർത്ഥിയാവുന്നതിന് മുമ്പ് തന്നെ ഇവിടെ അത്തരം പ്രചരണങ്ങൾ തുടങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരം ചില ഇടപെടലുകൾ പല മേഖലകളിലും തുടങ്ങി എന്ന് വേണം. പ്രത്യേക തീരദേശ മേഖലകളിലൊക്കെ അങ്ങനെ ഒരു ക്യാമ്പയിനിലൂടെയാണ് അദ്ദേഹം വന്നത്, പ്രത്യേക ഗ്രൂപ്പുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട്. അത് പിന്നീട് ഒരു രാഷ്ട്രീയമായി കൂടി അദ്ദേഹം മാറ്റിയെടുക്കുകയായിരുന്നു. വളരെ കൃത്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ. അദ്ദേഹം ആദ്യം ലക്ഷ്യമിട്ടത് ശശി തരൂറിൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്കാണ്. ശശി തരൂർ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഒരു വിശ്വപൗരൻ എന്ന ഇമേജോടുകൂടി പ്രതിച്ഛായോട് വന്ന ആളാണ്. അദ്ദേഹത്തെ ഇവിടുത്തെ ബിസിനസ് കമ്മ്യൂണിറ്റി, ഒരു അപ്പർ മിഡിൽ ക്ലാസ് ആളുകളൊക്കെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്തു. ടെക്നോ പാർക്കുമായി ബന്ധപ്പെട്ട ടെക്കികൾ, വിദ്യാസമ്പന്നരായ യുവാക്കളൊക്കെ ശശി തരൂറിൻ്റെ പ്രഭാവത്തിൽ ശരിക്കും വീണുപോയൊരു സാഹചര്യമുണ്ടായിരുന്നു. അവിടേക്കാണ് ആദ്യം രാജീവ് ചന്ദ്രശേഖർ കടന്നു കയറാൻ ശ്രമിച്ചത്. അദ്ദേഹം വളരെ കൃത്യമായി ആ വോട്ട് ബാങ്കുകളിലേക്ക്, നമ്മൾ 2009, 2014, 2019 ശശി തരൂരിനൊപ്പം നിന്ന് അദ്ദേഹത്തെ കൊണ്ടു നടന്ന് ആഘോഷിച്ച ഒരു വലിയ വിഭാഗം ആളുകളെ പിന്നീട് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് രാജീവ് ചന്ദ്രശേഖരനൊപ്പമായിരുന്നു. അദ്ദേഹത്തെ കാണാൻ, അവതരിപ്പിക്കാൻ, അദ്ദേഹത്തെ പരിചയപ്പെടുത്താനൊക്കെ വലിയ ഉത്സാഹത്തോടുകൂടി ആ ഒരു കമ്മ്യൂണിറ്റി ഇറങ്ങി നിന്ന് കണ്ടു. അവിടെ മാത്രം ഒതുങ്ങി നിന്നില്ല രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രചരണ തന്ത്രം, പ്രചരണ മേഖല, തീരദേശം. കഴിഞ്ഞ തവണ 1,00,000-അടുത്ത വോട്ടിനെ തരൂർ ജയിക്കുന്നു. അതിനു മുമ്പ് 2014 O രാജഗോപാലിനോട് 15,000 താഴെ വോട്ടിന് ജയിക്കുമ്പോൾ അന്ന് വലിയ വെല്ലുവിളി തരൂരിനുണ്ടായിരുന്നു. പക്ഷേ അവിടെ മറികടക്കാൻ സാധിച്ച തീരമേഖലയിലെ
അചഞ്ചലമായ പിന്തുണയാണ്. അത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും തരൂറിന് ശശി തരൂരിൻ്റെ വ്യക്തിപ്രഭാവം അപ്പുറം കോൺഗ്രസിൻ്റെ വലിയൊരു സ്വാധീന മേഖല കൂടിയാണ് ഈ തീരമേഖല. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഉണ്ടായിരുന്നു. അവിടേക്കാണ് അടുത്തതായി രാജീവ് ചന്ദ്രശേഖർ കടന്നു കയറിയത്. അവിടെ നിന്നുള്ള വോട്ട് വിഹിതം സമാഹരിക്കാനാണ് അവിടെ രാജീവ് ചന്ദ്രശേഖർ പ്രധാനമായും തീർച്ചയായും കൂടുതൽ സമയം അദ്ദേഹം ചെലവഴിച്ചതും തീരദേശ മേഖലയിൽ തന്നെയായിരുന്നു. ഫക്രുദ്ദീൻ അലി, അതാണ് ഈ ശശി തരൂർ എങ്ങനെയാണ് തിരുവനന്തപുരത്തുകാർക്ക് പ്രിയപ്പെട്ടതായത് എന്ന് നമുക്കറിയാം. ഈ നഗരവാസികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെ പുറത്തുനിന്ന് ആളുകളെ സ്വീകരിക്കുന്നതിനൊപ്പം ഒരു വിശ്വപൗരൻ എന്ന ഇമേജ്, തരൂരിൻ്റെ ഒരു വ്യക്തിപ്രഭാവം ഒക്കെ നമുക്കറിയാം. ഏതാണ്ട് അതേ അളവിൽ ആഘോഷിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയാണ് BJP ഇത്തവണ പോരാട്ടം നടത്തിയത്. അത് ആ തരത്തിൽ തന്നെ വിജയിച്ചു. ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രഖ്യാപനം ഫലമൊക്കെ രണ്ടാമതാണ്. അവരുടെ ഒരു ആത്മവിശ്വാസം വിജയിച്ചു എന്ന് ഈ ഘട്ടത്തിൽ വിലയിരുത്താനാകുമോ? അങ്ങനെ വിലയിരുത്താൻ തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇയാളെ ശശി തരൂരിനെയും ചന്ദ്രശേഖരനെയും നമ്മുടെ രാജീവിനെയും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നു. രാജീവിന് രാജീവ് എന്ന് വിളിക്കാനാണ്. രാജീവ് എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധി ഇൻഫർമേഷൻ റവല്യൂഷൻ കോൺഗ്രസുകാരുടെ കൂട്ടത്തില് കാര്യങ്ങൾ പറഞ്ഞ കുറെയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് രാജീവ് ഗാന്ധി. അപ്പൊ അങ്ങനെ ഒരു സിനോണിയമായി മാറാൻ രാജീവ് ചന്ദ്രശേഖരൻ ശ്രമിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ നടത്താൻ രാജീവ് ഇനി കാര്യം നടത്തുന്നൊക്കെ പറഞ്ഞായിരുന്നു. കാര്യം നടത്തുമെന്നായിരുന്നു പോസ്റ്റർ. ഇനി കാര്യങ്ങൾ നടക്കും. പിന്നെ രാജീവിനായിരുന്നു ഹൈലൈറ്റ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചൊന്നും എനിക്കറിയില്ല, വളരെ ഇമ്പോർട്ടന്റ് ആണ്. രാജീവ് എന്ന് ഹൈലൈറ്റ് എടുക്കുമ്പോൾ രാജീവ് ഗാന്ധി വരും. രാജീവ് ഗാന്ധി ചില്ലാക്കാനായിരുന്നില്ല, ഈ കാണുന്ന ഐ ടി സൊല്യൂഷൻ ഒക്കെ കൊണ്ടുവന്ന അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് എനിക്ക് ഇപ്പൊ പിന്നെ തോന്നിയൊരു കാര്യം എന്ന് വെച്ചാല്, നമ്മളെല്ലാം ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ട് വളർന്നു വന്ന സാഹചര്യം നമുക്ക് സച്ചിൻ തെണ്ടുൽക്കർ ആയിരുന്നു നമ്മുടെ ഒരു പ്രധാനപ്പെട്ട എന്താണ് പറയുക, ആരാധനാ കേന്ദ്രം. കാരണം മൂപ്പര് ഭയങ്കര കളിയാണ്, ഭയങ്കര ടെക്നിക്കാണ്. എല്ലാവരും വന്ന് പറയും മൂപ്പര് ഭയങ്കര കളിക്കാരനാണ് എന്നൊക്കെ പറയും. അപ്പൊ നമ്മളൊക്കെ പക്ഷെ കളി തോറ്റോണ്ടിരിക്കും, മനസ്സിലായി. ഇടയ്ക്കൊരു കളിയൊക്കെ ഇരിക്കുന്ന കളി തോറ്റോണ്ടിരിക്കും. വേൾഡ് കപ്പ് ജയിപ്പിക്കാൻ ധോനി വേണ്ടിയാണ്. ഇപ്പൊ നിങ്ങളിപ്പോ എന്നോട് സച്ചിനെയാണോ ധോനിയാണോ കൂടുതൽ ഇഷ്ടം? ഞാനിപ്പോ ധോനി എന്നേ പറയുള്ളൂ. അന്ന് എനിക്ക് സച്ചിനെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ, എന്നൊരു കാര്യം ഇല്ലായിരുന്നു. ഇത് കളി ജയിപ്പിക്കുകയും ചെയ്യും, നന്നായി കളിക്കുകയും ചെയ്യും. ധോനി ഉള്ളപ്പോൾ എനിക്ക് എന്തിനാണ് സച്ചിൻ? ഇതാണ് സംഭവം. ശശി തരൂർ ഇവിടെ വന്നത് ഇപ്പൊ വലിയ ഇമേജ് ക്ലാസിക്കൽ നല്ല സംഭവമൊക്കെ ആയിട്ടാണ്. പക്ഷെ മൂപ്പര് ഡെലിവറി ആ രീതിയിൽ പോയില്ല. ഒരു പിഞ്ച് ഹിറ്ററുടെ റോളിലേക്കൊന്നും പോകാൻ മൂപ്പർക്ക് പറ്റി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആദ്യമായിട്ട് മൂപ്പർക്ക് ഒത്തൊരു എതിരാളിയായിട്ട് രാജീവ് വരുന്നത്. രാജീവ് വരുമ്പോ ആളുകൾക്ക് രാജീവിനെ പറ്റി വലിയ ആരും ദേശാനത്തിന് മുതലാളി എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ രാജീവിന്റെ ഒരു PR ഒക്കെ വളരെ തത്വമാണ്. രാജീവ് ആരാന്ന് രാജീവ് പല രീതിയിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു. രാജീവ് തൊട്ടത് ഇതുവരെ രാജീവിന്റെ ജീവിതത്തിൽ തൊട്ടത് ഒന്നും പേടിച്ചിട്ടില്ല. എല്ലാം പൊന്നാക്കി 100% അങ്ങയുടെ സ്ട്രൈക്ക് റേറ്റ്. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് അതങ്ങനെയാണ് ഈ സിറ്റിയിലുള്ള മിഡിൽ ക്ലാസിന്റെ ഇടയിൽ ശശി തരൂരിന്റെ ആരാധകര ആളുകളുടെ വലിയൊരു സ്പ്ലിറ്റ് വരുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ ഒരു സ്കൂൾ അതായത് പിന്നെ ഒരു സ്കൂൾ അതായത് സൈനിക സ്കൂളാക്കി മാറ്റുന്നു. പിന്നെ അതുപോലെ തന്നെ ആ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നു. അതെല്ലാം തന്നെ വൻതോതില് ശശി തരൂരിന്റെ കൂടെ നിന്ന ആളുകളെ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കുക. BJPയുടെ വോട്ട് നിലനിൽക്കുമ്പോൾ തന്നെ ശശി തരൂരിന്റെ സിറ്റിയിലുള്ള 4 മണ്ഡലങ്ങളിലുള്ള വോട്ടിൽ ഒരു വെർട്ടിക്കൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അദ്ദേഹത്തിന് ഒന്നാമത്തെ ഘട്ടത്തിലെ വിജയം. പിന്നെ അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്ത ഈ 3 മണ്ഡലം, തീരദേശ മണ്ഡലങ്ങൾ, അതില് 1-2 മണ്ഡലങ്ങളിലെ ചില ബൂത്തുകൾ ഒരൊറ്റ വോട്ട് പോലും താമരയ്ക്ക് കിട്ടാത്ത വോട്ടുകൾ, അവിടെ അദ്ദേഹം വളരെ തന്ത്രപരമായിട്ട് ഇടപെട്ട് റിബൽ സ്ഥാനാർത്ഥികളെ വരികയും മാത്രമല്ല ഇദ്ദേഹം അവിടെ സയന്റിഫിക് ആയിട്ട് ഈ മോഡിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്ന പോലെ ലാപ്ടോപ്പും കൊണ്ടുപോയിട്ടാണ് ഏത് മേഖലയിൽ കടല് കയറും, എന്തൊക്കെയാണ് പ്രശ്നം എന്ന് പറഞ്ഞത്. മൂപ്പര് ഭാഗ്യം നോക്കണം. മൂപ്പര് ഇതൊക്കെ പ്രസന്റ് 4 ദിവസം കഴിഞ്ഞപ്പോൾ ഇതേ സ്ഥലത്ത് തന്നെ കടല് കയറും. അപ്പൊ ആളുകളുടെ വിശ്വാസം ഭയങ്കര സയന്റിഫിക് ആണ്, അത് ഉറപ്പിക്കാൻ. അവിടെ വലിയ വോട്ട് ഷിഫ്റ്റ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടാവില്ല, പക്ഷെ എതിരായിട്ടുള്ള വോട്ടുകൾ കുറയാൻ സാധ്യതയുണ്ട്. അതായത് ഈ രാജശേഖരയുടെ മത്സരിക്കാൻ വന്നപ്പോൾ ഫക്രുദ്ദീൻ ഈ തരൂർ ആദ്യത്തെ ഒരു അഭിമുഖം നമുക്ക് തന്നിരുന്നു. അപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരിചയമില്ലാത്ത ഒരാളാണ്, അദ്ദേഹത്തിന് എങ്ങനെ ഇത് സാധിക്കും എന്നുള്ള ചോദ്യം ചോദിച്ചിരുന്നു. കാരണം തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായി വരുന്ന ഒരാൾ, ഈ രാജ്യസഭയിൽ നിന്നൊക്കെ MP ആയ ആളാണല്ലോ, മന്ത്രിയൊക്കെ ആയ ആളാണ്. അപ്പോൾ അതിനെ മറികടക്കുന്ന ഒരു പ്രകടനം, അല്ലെങ്കിൽ ഇതുവരെ BJP മെഷീനറി വർക്ക് ചെയ്ത തരത്തിൽ അദ്ദേഹത്തിൻ്റെ രീതിയിൽ അദ്ദേഹം അതിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിലൊക്കെ ഇവിടുത്തെ BJP നേതാക്കൾക്കിടെ അദ്ദേഹം പരാതി പറഞ്ഞു എന്നുള്ള ചില വിവരങ്ങളൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അത്ര മുന്നേറുന്നില്ല എന്നുള്ളത്. പക്ഷെ അദ്ദേഹം തന്നെ അതിനെ മറികടന്നു എന്നുള്ളതാണ്. അല്ല, ആദ്യഘട്ടത്തിൽ ഈ ഫീല് ഉണ്ടായിരുന്നു, അത് സത്യമാണ്. BJPയുടെ ഇപ്പൊ എന്റെ നാട്ടിലൊക്കെ BJP പുറത്ത് സജീവമായിട്ടുണ്ട്, പക്ഷെ പല സ്ഥലങ്ങളും സജീവമായിട്ടില്ലായിരുന്നു. അവര് BJPയുടെ നല്ലൊരു വിഭാഗം സിറ്റിയിലുള്ള നേതാക്കന്മാർ വരെ ആറ്റിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ഫീലായിരുന്നു എനിക്കും കിട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ നിങ്ങളെ അവസരമൊക്കെ പറയുകയും ചെയ്തു. അതെനിക്ക് തോന്നുന്നു അത് ആ ഫീഡ്ബാക്ക് നമ്മളെക്കാൾ നന്നായി അങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. അതങ്ങനെ മോളിൽ കൃത്യമായി ധരിപ്പിച്ചിട്ടുണ്ടാവും. അതേപോലെ ഡ്രാസ്റ്റിക് ആയിട്ട് 2ാം ഘട്ട സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയ സമയത്ത് ചില ആളുകൾ തിരുവനന്തപുരത്ത് നിന്ന് മാറ്റി ശക്തമായിട്ടുള്ള പിന്നെ എന്താ പറയുക വാർണിംഗ്സ് ഒക്കെ വന്നു തോന്നുന്നു. പിന്നെ നമ്മൾ കാണുന്നത് പതുക്കെ എല്ലാ മേഖലകളിലും
ഇലക്ഷനോട് ഒരു 20 ദിവസം 15 ദിവസം ആകുമ്പോഴേക്ക് എല്ലാ മേഖലകളിലും ഏതാണ്ട് 2014 രാജേട്ടന്റെ പുറത്ത്, അതാണ് തിരുവനന്തപുരം കണ്ട ഏറ്റവും നല്ല BJPയുടെ രാഷ്ട്രീയ പ്രവർത്തനം. ഏതാണ്ട് ആ തരത്തിലേക്ക് ഏതാണ്ട് ഒരു 75% ഉയർന്നിട്ടുണ്ട്. പിന്നെ രാജീവ് ചെയ്ത വേറൊരു കാര്യമുണ്ട്. നമ്മളെ സ്ഥിരമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പ്രചാരണത്തെ രീതി അദ്ദേഹം മാറ്റുന്നുണ്ട്. അദ്ദേഹം അങ്ങനെ ഈ പറയുന്ന പോലെ എന്താണ് നമ്മൾ കണ്ടുശീലിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അദ്ദേഹം ഓരോ മേഖലകളിൽ ഇടപെടുന്നു, വളരെ സയന്റിഫിക് ആയിട്ട് ഇടപെടുന്നു. അദ്ദേഹം ശശി തരൂരിനെതിരെ വെറുതെ ഭീഷണി വയ്ക്കലെ കൃത്യമായി കേസ് കൊടുക്കുന്നു. അങ്ങനെ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയും പിന്നെ ഈ പറഞ്ഞതിന്റെ അതിരി അദ്ദേഹത്തിന്റെ സ്വന്തം തന്നെ മേൽനോട്ടത്തിലാന്ന് തോന്നുന്നു ഉത്തരേന്ത്യൻ സ്റ്റൈലില് മോഡിയുടെ അദ്ദേഹത്തിന്റെയൊക്കെ മാസ്കറ്റ് സിറ്റി കൂടെ റാലി നടത്തുന്ന ഒരു സംവിധാനം അങ്ങനെയൊക്കെ കൊണ്ടുവരികയും പിന്നെ ഓൺലൈൻ മീഡിയയിൽ വളരെ സജീവം. അതൊന്നും അങ്ങേരാരും പഠിപ്പിക്കേണ്ടല്ലോ. ഇന്ത്യ കണ്ടുപിടിച്ച ആളുകൾ ഒരാളാണ് അങ്ങേര്. അപ്പോ ആ രീതിയിലൊക്കെ പുതിയ ജനറേഷനെയും സ്ത്രീകളൊക്കെ അവരുടെ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യുന്ന രീതിയിൽ നൂതനമായ ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രം കൂടി അദ്ദേഹം ആവിഷ്കരിക്കുകയുണ്ടായി. തീർച്ചയായും അതാണ് അരുണ്. അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ ഈ തരൂരിന് ഒപ്പം പോരാടുന്ന അവസ്ഥ കൊണ്ടുവന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ BJPക്ക് അത് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. പക്ഷേ തരൂർ ക്യാമ്പ് ഇപ്പോഴും ഈ പോളിംഗ് ശതമാനം വലിയ തോതിൽ കുറഞ്ഞു എങ്കിൽ പോലും തരൂർ ക്യാമ്പിൽ വലിയ ആത്മവിശ്വാസമുണ്ട്. കാരണം വളരെ കൃത്യമായി തന്നെ അവരുടെ വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ മറുവശത്ത് ഈ 3 ടേമായി MP ആയിരിക്കാൻ തരൂരിനെതിരെയുള്ള ചില വികാരങ്ങളും തലസ്ഥാനത്തുണ്ട് എന്ന് പറഞ്ഞ് കേൾക്കുന്നു. കോൺഗ്രസ്സുകാർ തന്നെ പലരും അങ്ങനെ പറയാതെ പറയുന്നുണ്ട്. അത്തരം വോട്ടുകൾ ഒക്കെ ആർജിക്കാൻ തരൂരിനാകുമെന്ന വിശ്വാസമുണ്ടോ? ഒപ്പം രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസ് ക്യാമ്പിൽ ഉണ്ടാക്കിയ ഒരു ഈ പറഞ്ഞ പോലെ വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കിയത് ആ തരത്തിൽ അതിനെ മറികടക്കാനാവുന്ന എന്ത് കാര്യം ഇത്തവണ കോൺഗ്രസിന് അവതരിപ്പിക്കാനുണ്ടായിരുന്നു? രഞ്ജിത്ത്, ശശി തരൂരിന് ഏറ്റവും വലിയ വെല്ലുവിളി അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് തന്നെയായിരുന്നു. കാരണം പ്രാദേശിക പ്രവർത്തകരാരും ശശി തരൂരിനൊപ്പം നിൽക്കാത്തൊരു ഭൂരിഭാഗവും നിൽക്കാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ഒരു ബ്ലോക്ക് പ്രസിഡന്റ് പോലും അപ്രാപ്യനായ ആളാണ്, ഒരു DCC അംഗത്തിന് പോലും അപ്രാപ്യനായ ആളാണ് തരൂർ എന്നത് വലിയ വിമർശനം കോൺഗ്രസിനുള്ളതാണ്. പല മണ്ഡലം കമ്മിറ്റി യോഗങ്ങളിലും സ്ഥാനാർത്ഥിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. ആദ്യഘട്ടത്തിൽ ആരും പ്രചരണത്തിനിറങ്ങാൻ തയ്യാറായതുമില്ല. അതിനപ്പുറത്തേക്കാണ് തരൂരിൻ്റെ ഒപ്പമുള്ളവർ, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കെതിരെയുള്ള വലിയ വികാരം. നമുക്കറിയാം പലയിടത്തും തരൂരിൻ്റെ പ്രചരണ വാഹനം കടന്നു പോകുമ്പോൾ വലിയ സംഘർഷങ്ങൾ, സ്ഥാനാർത്ഥിയെ വരെ പിടിച്ചു തള്ളിയ തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് പല സ്ഥലങ്ങളിൽ. അത്തരത്തിൽ വലിയ അതൃപ്തി അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. ആദ്യഘട്ടങ്ങളിൽ ഈ രാജീവ് ചന്ദ്രശേഖർ ഏൽപ്പിച്ചൊരു ഷോക്ക്, ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറുമ്പോൾ ഉണ്ടാകുന്ന അതിനെ മറികടക്കാനാണ് ആദ്യഘട്ടത്തിൽ തരൂർ ശ്രമിച്ചത്. അങ്ങനെ തരൂർ ഒരു പരിധിവരെ പിന്നോട്ട് പോയ ഘട്ടമുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് ക്യാമ്പ് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്, പ്രത്യേകിച്ച് തരൂറും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നത് വിശ്വസിക്കുന്നത് അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുമെന്ന് തന്നെയാണ്. അവസാന മണിക്കൂറുകളിൽ, അവസാന ദിവസങ്ങളിൽ അദ്ദേഹം വളരെ കൃത്യമായി ഈ പരിമിതികൾ മറികടന്ന് മുന്നേറും. തീരദേശ മേഖലകളിൽ നമുക്ക് കഴിഞ്ഞ 2019 കണ്ടതുപോലെ വലിയ തിരക്ക്, വലിയ ക്യൂ ഈ വോട്ടെടുപ്പ് സമയം കഴിഞ്ഞ ശേഷവും ഉണ്ടായിരുന്നു. അതെല്ലാം തരൂരിൻ്റെ വോട്ടുകളാണ്. പ്രത്യേകിച്ച് തലസ്ഥാന നഗരത്തോട് ചേർന്ന് നിൽക്കുന്ന തീരമേഖലകളിൽ അവിടെ ഈ ജമാഅത്തെ ഇസ്ലാമിക്കും അതുപോലെ തന്നെ SDPIക്കും ഒക്കെ കാര്യമായ പിന്തുണയുള്ള മേഖലകളുണ്ട്. അവിടെയൊക്കെ ഒരു രാഷ്ട്രീയ അജണ്ടയായി തന്നെ അവർ ഈ വോട്ട് ജയിക്കാൻ, BJP സ്ഥാനാർത്ഥി ജയിക്കാൻ പോകുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ ശ്രമം നടന്നിരുന്നു. അത് വിജയിച്ചു തരൂർ കരുതുന്നു. ചിലയിടങ്ങളിലൊക്കെ സിറ്റി മണ്ഡലങ്ങളിൽ കഴക്കൂട്ടത്തും അതുപോലെ വട്ടിയൂർക്കാവിലും നേമത്തും ഒക്കെ പിന്നിൽ പോയാലും തീരദേശ മേഖലകളിൽ കൊണ്ടും ഗ്രാമീണ മേഖല കൊണ്ടും പ്രത്യേകിച്ച് നെയ്യാറ്റിൻകര, പാറശാല, കോവളം മേഖലകൾ കൊണ്ട് വലിയ ഭൂരിപക്ഷത്തിലൂടെ ഇത് മറികടന്ന് വരാം എന്ന പ്രതീക്ഷ തന്നെ തരൂർ ക്യാമ്പിൽ ഇപ്പോഴും ഉള്ളത്. അവർ വിജയം ഉറപ്പിക്കുന്നു. 3ാം സ്ഥാനത്തേക്ക് ആര് പോകുമെന്ന തർക്കം മാത്രമേ അവർക്കുള്ളൂ. തരൂർ വിജയിക്കുമെന്ന് അവർ ഉറപ്പിച്ചു കാണുന്നു. ആദ്യഘട്ടത്തിലുണ്ടായ പ്രചരണത്തിലെ വീഴ്ചയും മറ്റും പിന്നീട് മറികടക്കാനായെന്ന ആത്മവിശ്വാസമാണ് തരൂർ ക്യാമ്പിനുള്ളത്. അങ്ങനെ തരൂർ തലസ്ഥാനത്ത് ചരിത്രം സൃഷ്ടിക്കുമെന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു. തീർച്ചയായും അതാണ് കാരണം. ഈ തീരദേശ മേഖല എന്നുള്ളത് BJPക്ക് എപ്പോഴും അപ്രാപ്യമായിരുന്നു. അവിടെ കൂടുതൽ സമയം രാജീവ് ചന്ദ്രശേഖർ ചിലവഴിച്ചു എങ്കിൽ പോലും നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെയൊക്കെ പ്രത്യേക തരത്തിലുള്ള വോട്ടിംഗ് പാറ്റേണും രീതിയും ഒക്കെ അറിയാം. അവിടെയാണ് എപ്പോഴും BJP രാജഗോപാലിന് പോലും പരാജയം സംഭവിച്ചത്. 14,000 വോട്ടിന് പരാജയപ്പെടേണ്ടി വന്നത് 2014 തീരദേശ മേഖല കൈവിട്ടത് കൊണ്ടാണ്. അവിടെ ഒരു പരിധിയിൽ കവിഞ്ഞുള്ള ആത്മവിശ്വാസത്തിന് BJPക്ക് സ്കോപ്പുണ്ടോ എന്നുള്ളതാണ്. തരൂരിനെ ഇത്തവണ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാലും നഗരമേഖലയിൽ വോട്ടിംഗ് കുറവായിരുന്നു. തീരമേഖലയിൽ അതിനെയൊക്കെ അപ്പുറത്ത് കവച്ചു വെക്കുന്ന വോട്ടിംഗ് സംഭവിച്ചു എന്നുള്ളതാണ്. അതൊക്കെ BJPയുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്ന ഘടകങ്ങളല്ലേ? തീരദേശ മേഖലയില് വോട്ടിംഗ് പെർസെന്റ് കൂടിയിട്ടുണ്ടാകും. പൊതുവെ ഉയർന്നു നിൽക്കുന്നതാണ്. എസ്പെഷ്യലി BJP ജയിക്കുമെന്ന് തോന്നുന്ന സമയം. പിന്നെ മുസ്ലിം വോട്ട് ഒരിക്കലും BJPക്ക് അനുകൂലമായി കിട്ടുക. കേരളത്തിൽ ആകപ്പാടെ മുസ്ലിംസ് BJPനെ തോൽപ്പിക്കുന്ന ഒരേ ഒരു സ്ഥലം കേരളമാണ്. അപ്പൊ അതുകൊണ്ട് മുസ്ലിം വോട്ട് ഇങ്ങനെ കിട്ടില്ല. ഈ രണ്ട്
ഈ പറയുന്ന ലാറ്റിൻ കത്തോലിക്കര വോട്ടുകളും കിട്ടാനും നിലവിലുള്ള സാഹചര്യത്തിൽ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും കഴിഞ്ഞ തവണത്തെ പോലെ ഭയങ്കര നിഷേധാത്മകമായ സമീപനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ അവിടെ ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം എന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ സയന്റിഫിക് ആയിരുന്നു. അതിൻ്റെതായ ഇമ്പാക്ട് ചെറുതായിട്ടുണ്ടോ. പിന്നെ ഈ നാടാ CSI വോട്ടുകളിൽ അവിടെ തന്നെ ഒരു റിബൽ കാൻഡിഡേറ്റ് സ്ഥലത്തിന്റെ ഭാര്യ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷെ പ്രത്യേക തള്ളിപ്പോയി. പിന്നെ ഒരു റിബൽ സ്ഥാനാർത്ഥി കോൺഗ്രസിന് ഉണ്ടാവുകയും ചെയ്തിരുന്നു അവിടെ തന്നെ. അപ്പൊ അവരൊക്കെ കുറച്ച് വോട്ട് പിടിക്കാൻ സാധ്യതയും. പിന്നെ സ്വാഭാവികമായിട്ടും BJP മൊത്തം ഡീലിന്റെ പാർട്ടിയാണല്ലോ. അപ്പൊ ഏതൊക്കെ ഡീല് ആരുമായിട്ട് എവിടെയൊക്കെ ഉണ്ടാക്കിയെന്ന് നമുക്ക് പറയാനും പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് ഈ സിറ്റിയില് ഈ 2014 ശശി തരൂരിന് കിട്ടിയ വോട്ടുകൾ വെർട്ടിക്കലി സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. അത് രാജീവിലേക്കാണ് പോയത്, അല്ലാതെ പന്ന്യനിലേക്കല്ല പോയത്. പിന്നെ പന്ന്യനായിട്ടാണ് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് LDF ഫീൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ശശി തരൂര് BJP ജയിക്കുമ്പോൾ വോട്ടുകൾ മറച്ച് ചെയ്ത് ശശി തരൂരിനെ ജയിപ്പിക്കുക എന്നുള്ളത് എത്രത്തോളം ഇത്തവണ CPM നടത്തിയിട്ടുണ്ട് എന്ന കാര്യം സംശയമാണ്. അപ്പം CPM-ന്റെ വോട്ട് പന്ന്യനായതുകൊണ്ട് അത് പന്ന്യന്റെ കാര്യത്തിൽ പ്രത്യേക താല്പര്യം പിണറായി കാണിച്ചതായിട്ടാണ് നമുക്ക് തോന്നുന്നത് പത്രസമ്മേളനത്തിലൊക്കെ. അപ്പൊ പന്ന്യനായതുകൊണ്ട് തന്നെ CPM-ന്റെ വോട്ട് കൃത്യമായിട്ട് വരികയും അതുപോലെ തന്നെ സിറ്റിയിലുള്ള ശശി തരൂരിന്റെ വോട്ടുകൾ ഫർദർ സ്പ്ലിറ്റ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ ചെറിയ ആനുകൂല്യം പോലും ഈ പറയുന്ന തീരദേശ മണ്ഡലങ്ങളിൽ രാജീവിന് അനുകൂലമായിട്ട് വന്നാൽ രാജീവ് ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ശ്രീ ആ റിബൽ സ്ഥാനാർത്ഥിയുടെ പ്രചാരണമൊക്കെ കണ്ടിരുന്നല്ലോ, അല്ലെ? ഗംഭീര പ്രചാരണം. അതെ അതെ, അത് ഇടയ്ക്ക് ഒരു ഈ സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഭയുടെ പ്രധാനപ്പെട്ട ആളുടെ ഭാര്യയെ മത്സരിപ്പിക്കാൻ ശ്രമിക്കുന്നു, അതിന്റെ പത്രിക തള്ളി, അത് റിബൽ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു, തീരദേശ മേഖലയിൽ കാര്യമായി വോട്ട് പിടിക്കും എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ഈ എനിക്ക് തോന്നുന്നു ഈ രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പിൽ ആദ്യമായാണ് എങ്കിൽ പോലും ഇതിന്റെ എല്ലാ കളികളും അറിയാവുന്ന ഒരു സ്ഥാനാർത്ഥിയായി തന്നെ അദ്ദേഹം മാറുകയായിരുന്നു, അല്ലേ? അല്ല, രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ രാഷ്ട്രീയത്തിൽ വന്നേൻ കാരണം ഇങ്ങനെ പിന്നെ ഈ BSNL മൊബൈലിൽ ലോഞ്ച് ചെയ്ത സമയത്ത് സുഗ്രാം പിന്നെ ജയിലൊക്കെ പോയിട്ടുണ്ടായി. സുഗ്രാം ഇയാളോട് കാശ് ചോദിക്കുകയും രാഷ്ട്രീയക്കാരുടെ അഴിമതി കണ്ട് മടത്തിനാണെങ്കിൽ ബിസിനസ് നിർത്തി, ബിസിനസ് നല്ല സക്സസ്ഫുൾ ആയി വിറ്റു, ബിസിനസ് നിർത്തി ഇങ്ങനെ വെഞ്ചർ ക്യാപിറ്റലിസത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോവുകയും പിന്നെ ഇതിനെതിരായിട്ടാണ് നിങ്ങൾ രാഷ്ട്രീയത്തിൽ വന്നത്. അതുകൊണ്ട് രാഷ്ട്രീയക്കാരുടെ സകല കളികളും ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയക്കാരൻ കളിക്കുന്നതിനപ്പുറത്തുള്ള കളിയൊന്നും കേരളത്തിലെ രാഷ്ട്രീയക്കാരൻ കളിക്കാറുണ്ട്. ഈ സംഭവം ഒക്കെ കണ്ടു വളർന്ന ആളാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ. മാത്രമല്ല അയാൾ അച്ഛൻ എയർഫോഴ്സിലായിരുന്നു. അതുപോലെ അപ്പൊ ഈ എയർഫോഴ്സിലേക്കുള്ള ഈ രാജീവ് ചന്ദ്രശേഖരൻ, അർണവ് ഗോസ്വാമിക്കൊക്കെ ഉള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ ഇവർക്കൊക്കെ ഈ ഒരു എന്താ പറയാ പട്ടാളത്തിന്റെ ഒരു അവരുടെ ഒരു പയ്യൻ എന്ന രീതിയിലാണ് ഞാൻ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വെറ്ററൻസ് ഒക്കെ ഉണ്ട്. ഈ വെറ്ററൻസ് ഒക്കെ ഇഷ്ടം പോലുള്ള സ്ഥലവും കൂടിയാണ് ഈ നാടാ കമ്മ്യൂണിറ്റി ഒക്കെ. അപ്പൊ അവിടെയൊക്കെ അവരൊക്കെ എങ്ങനെ നമ്മൾ ഇതുവരെ പരിഗണിക്കാത്ത ഒരു കാര്യമാണ്. കേണന്മാർ ക്യാപ്റ്റന്മാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവർ വളരെ ലോ പ്രൊഫൈൽ ജീവിക്കുന്നുണ്ട്. നമ്മൾക്ക് അവരെ നമ്മളറിയില്ല. പക്ഷെ അവിടെയൊക്കെ രാജീവിനെ സംബന്ധിച്ച് ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് രാജീവിനെ അറിയാം. അരുണ്, നമ്മൾ ഈ ഇന്നിപ്പോൾ CPIയുടെ ഒരു അവലോകനം ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് 2 സീറ്റുകളിൽ CPI സ്ഥാനാർത്ഥികൾ മാവേലിക്കരയിലും തൃശ്ശൂരിലുമാണ് അവർ വിജയപ്രതീക്ഷ പങ്കുവെക്കുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് കുറഞ്ഞ വോട്ടുകൾക്കെങ്കിലും പന്ന്യൻ ജയിച്ചു കയറും എന്നുള്ള തരത്തിലൊരു വിലയിരുത്തൽ ഉണ്ടാകുന്നു. അതിനുള്ള സാധ്യതകൾ പലരും കാണുന്നത് 2 ഹൈഫൈ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. നമ്മൾ ആ അവസാന വട്ടത്തിലെ കൊട്ടിക്കലാശത്തിൽ പോലും കണ്ടതാണ്. രണ്ടുപേരും ഈ വലിയ ഉയരങ്ങളിൽ നിൽക്കുമ്പോൾ പന്ന്യൻ താഴെ നിന്നാണ് പ്രചരണം ഈ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത്, റോഡിൽ നിന്ന്. അതുതന്നെയായിരുന്നു ഈ വോട്ടർമാരെ ആകർഷിക്കാനായി പന്ന്യൻ നടത്തിയ പ്രചരണവും അത് തന്നെയാണ്. താൻ സാധാരണക്കാരനാണ്, എന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും, ഒരു വിളിപ്പുറത്തുണ്ടാകും എന്നുള്ളത്. ഒരു തവണ MP ആയ ആൾ കൂടിയാണ് പന്ന്യൻ. നേരത്തെ ഫക്രുദ്ദീൻ പറഞ്ഞതുപോലെ ക്രോസ് വോട്ടിങ് എന്നത് ഒരുപക്ഷെ CPM തരൂരിനെ ജയിപ്പിക്കാനായി വോട്ട് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള സാധ്യതകളുമില്ല. അതൊക്കെ പന്ന്യൻ്റെ വിശ്വാസ്യതയും വിജയപ്രതീക്ഷയും കൂട്ടുന്ന സാഹചര്യമുണ്ടോ തിരുവനന്തപുരത്ത്? തീർച്ചയായിട്ടും കോടീശ്വരന്മാർക്കിടയിലെ സാധാരണക്കാരൻ എന്ന ഒരു പ്രതിച്ഛായയാണ് ആദ്യഘട്ടം മുതൽ പന്ന്യൻ്റെ നിന്നും ഇടതുമുന്നണി ഇവിടെ സൃഷ്ടിച്ചെടുക്കാൻ നോക്കിയത്. ഒരു പരിധിവരെ അവർ വിജയിച്ചിട്ടുമുണ്ട്. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ അഴിമതിരഹിത വ്യക്തിത്വമാണ്. ആ ഒരു പ്രതിച്ഛായ കൂടി വളരെ കൃത്യമായി ഉപയോഗിക്കാൻ ഇടതുമുന്നണി കഴിഞ്ഞു. ക്രോസ് വോട്ടിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ CPM-ൻ്റെ വോട്ടുകൾ നേരത്തെ 2014-ലും 2019-ലുമൊക്കെ വളരെ വലിയ രീതിയിൽ ഒരു മാസ് വോട്ടായിട്ട് തന്നെ അത് തരൂരിൽ ലഭിച്ചതാണ്. അവിടെ ഇത്തവണ അതുണ്ടാകില്ല എന്ന് ഉറപ്പാണ്. CPM വളരെ ശക്തമായി തന്നെ പന്ന്യനൊപ്പം നിലകൊണ്ടു. അതിന് കാരണം CPM-ൻ്റെ കൂടി താല്പര്യപ്രകാരം വന്ന സ്ഥാനാർത്ഥിയാണ് പന്ന്യൻ്റെ പിന്നിൽ. തിരുവനന്തപുരത്ത് ഇങ്ങനെ നാണം കെട്ട്, അതായത് 7 6 നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതു മുന്നണി MLA-മാരുള്ള മണ്ഡലത്തിൽ അങ്ങനെ ഒരു വലിയൊരു നാണക്കേടിലേക്ക് പോകാൻ കഴിയില്ല എന്നൊരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായാണ് പന്ന്യൻ ഇവിടെ സ്ഥാനാർത്ഥിയായത്. അത് വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ശശി തരൂരിനെതിരെയുള്ള ഒരു വികാരം, തുടർച്ചയായി MP ആയ ആൾക്കെതിരെ ഉണ്ടാകുന്ന സ്വാഭാവിക വിരുദ്ധ വികാരമുണ്ട്. ആ ഒരു വികാരത്തിൻ്റെ ഫലം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ അത്ര ഇവിടെ പരിചയമുള്ള സ്ഥാനാർത്ഥിയല്ല. ആളുകൾക്ക് അത്ര
പ്രാപ്യനായ സ്ഥാനാർത്ഥി എന്ന് തോന്നലില്ലാത്ത ആളാണ്. അങ്ങനെ പല അനുകൂല ഘടകങ്ങൾ ഉണ്ട് എന്ന് പന്ന്യൻ രവീന്ദ്രൻ വിശ്വസിക്കുന്നു. CPM-ന്റെ കേഡർ വോട്ടുകൾ വരികയും ഈ തരൂരിനെതിരെയുള്ള വിരുദ്ധ വികാരത്തിൽ നിൽക്കുന്ന ആളുകളുടെ കോൺഗ്രസ് വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയുകയും ചെയ്താൽ ഒരു വിജയം ഇടതുമുന്നണിയുടെ സ്വപ്നം കാണുന്നു. അതിനപ്പുറത്തേക്ക് ചില കമ്മ്യൂണിറ്റികൾ, അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഇടതുമുന്നണിക്കൊപ്പം നിന്നവർ ഇത്തവണയും പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷയുണ്ട്. തീരമേഖലയിൽ രാജീവ് ചന്ദ്രശേഖരനും തരൂറിനും ലഭിക്കാത്ത വോട്ടുകൾ സ്വാഭാവികമായും തരൂറിന് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ച ആളുകൾ ആ മേഖലയിൽ വലിയ രീതിയിൽ പന്ന്യനെ പിന്തുണയ്ക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. വിഴിഞ്ഞ സമരത്തിൻ്റെയൊക്കെ ഒരു ബാക്കി പത്രം, അവിടെ ഒരു പ്രതീക്ഷ ഇപ്പോഴും ഇടതുമുന്നണിക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ന്യൂനപക്ഷങ്ങളും ഇത്തവണ തങ്ങൾക്കൊപ്പം നിൽക്കും. അതൊരു ചില മേഖലകൾ, ചില നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ വലിയ എൻ ബ്ലോക്ക് വോട്ടുകൾ CPM-ലേക്ക് വന്നു, പ്രത്യേകിച്ച് നേമത്തൊക്കെ വന്നു എന്ന പ്രതീക്ഷ അവർക്കുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ആ വോട്ടെല്ലാം കൊണ്ട് ചെറിയ ഭൂരിപക്ഷം വിജയിച്ചു കയറാമെന്നാണ് CPI-യുടെ മാത്രമല്ല CPM-ൻ്റെയും കണക്ക് കൂട്ടൽ. ആ പ്രതീക്ഷ തന്നെ അവർ ഇപ്പോഴും ഉള്ളത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് CPM വോട്ടുകൾ, ഇടത് വോട്ടുകൾ പൂർണ്ണമായും പന്ന്യനിലേക്ക് പോയി എന്നത് തന്നെയാണ് BJP-യുടെ വിജയപ്രതീക്ഷയ്ക്ക് കൂടുതൽ ഊർജ്ജം നൽകുന്നത്, ഉത്തേജനം നൽകുന്നതും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന് അവർ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. പക്ഷേ പന്ന്യൻ രവീന്ദ്രനും ചെറിയ ഭൂരിപക്ഷം ജയിച്ചു കയറുമെന്ന വിശ്വാസം ഇടതുമുന്നണിക്കുണ്ട്. തരൂറാകട്ടെ വിജയം ഉറപ്പിച്ച മട്ടിലുമാണ്. തിരിച്ചു വരാം, തുടരുക. ശ്രീ ഫക്രുദ്ദീൻ അലിയിലേക്ക് കൂടി വരണം. വളരെ പെട്ടെന്ന് അരുണും തുടരുക, ഇടവേളയ്ക്ക് ശേഷം. ഫക്രുദ്ദീൻ അലി, രണ്ട് വലിയ സ്ഥാനാർത്ഥികൾ പോരടിക്കുമ്പോൾ അതിനിടെയുള്ള പന്ന്യൻ്റെ ഒരു സാധ്യതയാണ്. കാരണം അങ്ങനെ പലതവണയും സംഭവിച്ചിട്ടുണ്ട്. ഈ CPI-യുടെ ആത്മവിശ്വാസം അതാണ്, സാധാരണക്കാരായ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് ഇത്തവണ താങ്കൾ പറഞ്ഞതുപോലെ CPM-ൻ്റെ വോട്ടുകളടക്കം പോൾ ചെയ്ത പശ്ചാത്തലം ഒരിക്കലും ഉണ്ടാകാം. അങ്ങനെ വലിയൊരു ത്രികോണ പോരാട്ടത്തിൽ പന്ന്യൻ ജയിച്ചു കയറാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? ദാരിദ്ര്യത്തോടൊക്കെ മലയാളിക്ക് പുറ്റാണ്. ഈ ദാരിദ്ര്യം കാണിച്ച് വോട്ട് പിടിക്കുന്നതല്ല വലിയ ആഗ്രഹം. കാരണം നിങ്ങൾ ഇത്രയും കാലത്ത് നിങ്ങൾ ജീവിക്കാനുള്ള പോലെ ഉണ്ടാക്കിയിട്ടില്ല നിങ്ങളെ കഴിവുകളെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് കണ്ട് കൊടുക്കുന്ന സുരേഷ് ആദ്യം മത്സരിച്ച സമയത്ത് ദാരിദ്ര്യം വന്നവൻ വോട്ട് ചെയ്യും. ആ മലയാളിയൊക്കെ മാറിപ്പോയി. അതുകൊണ്ട് അതൊന്നും വലിയ വോട്ടാവും എനിക്ക് തോന്നുന്നു. യുവാക്കളെ കൂടെ ഒന്ന് സെൽഫി എടുത്തുകൊണ്ട് യുവാവില്ല. പക്ഷെ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ചാല് ഈ പറയുന്ന പോലെ LDF-ന്റെ വോട്ടുകൾ കൃത്യമായിട്ട് LDF-ന് തന്നെ വീണ് കഴിഞ്ഞാൽ അത് ശശി തരൂരിന് ഭയങ്കര നെഗറ്റീവായിട്ട് പറയും. അതാണ് ഒന്നാമത്തെ ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ, ഈ ഏതെങ്കിലും കാരണവശാൽ ശശി തരൂരും ഇയാളും രാജീവും തമ്മിൽ ബലാബലം വന്നിട്ട് സ്റ്റെക്കായി നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഒരു ഭാഗ്യത്തിന്റെ പുറത്ത് ജയിക്കാൻ സാധ്യത. പക്ഷെ അതിന് വിദൂരമായ സാധ്യതയുണ്ട്. അതായത് പന്ന്യനെ, പക്ഷേ ഈ പറഞ്ഞതുപോലെ പന്ന്യന് നമുക്കറിയാം ഇവിടുന്ന് MP ആയ ആളാണ്. തിരുവനന്തപുരത്ത് നേരത്തെ 2004 MP ആയ ആളാണ്. അതുപോലെ 2014 പോരാട്ടം നമ്മൾ കണ്ടതാണ്. O രാജഗോപാലുമായുള്ള സരൂരിൻ്റെ പോരാട്ടം കണ്ടതാണ്. അന്ന് BJP-ക്ക് ലഭിച്ച വോട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതകളുണ്ട്. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് വരുമ്പോൾ ഇപ്പോഴും താങ്കൾ വിശ്വസിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറിന് തിരുവനന്തപുരത്ത് ഒരു എഡ്ജുണ്ട് എന്ന നിലയിൽ തന്നെയാണോ? എനിക്കങ്ങനെ തോന്നുന്നു. കാരണം യുവാക്കള്, സ്ത്രീകള്, പിന്നെ സിറ്റിയിൽ ശശി തരൂരിന് കിട്ടുന്ന വോട്ടുകൾ അതിന്റെ പകുതിയും കൂടി ഇയാൾക്ക് പോയത്. CPM-ന്റെ വോട്ടുകൾ കൃത്യമായി LDF സ്ഥാനാർത്ഥിക്ക് വീണത്. ഇത്രയും ഘടകങ്ങൾ വരുമ്പോൾ തന്നെ സിറ്റിയിൽ തന്നെ അദ്ദേഹത്തിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവേണ്ടതാണ്. തീർച്ചയായും. അരുൺ, ആ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ മുമ്പ് ഇപ്പൊ ഇല്ലാത്ത ഫാക്ടറാണ്. എന്ന് വെച്ചാൽ LDF-ന്റെ വോട്ട് കൃത്യമായി LDF-ന് വീഴാന്നുള്ളത്. അതുപോലെ ശശി തരൂരിന്റെ വോട്ട് വെർട്ടിക്കലി സ്പ്ലിറ്റ് ആവുകയെന്നുള്ളത് ഇതൊന്നും മുമ്പ് ഉണ്ടായിരുന്നില്ല സിറ്റിയിൽ. സീതിബാർ മത്സരിച്ചപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടിരുന്നില്ല എന്നുള്ളതാണോ? എന്നാണ് മുമ്പൊന്നും ആ രീതിയിൽ ഇപ്പൊ ശശി തരൂരിന്റെ ഒരു വോട്ട് ബാങ്ക് ഉണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞ സച്ചിൻ തെണ്ടുൽക്കറിന് ഉണ്ടായ പിന്നെ ഫാൻ ഫോളോയിങ് പോലെ ആയിരുന്നു. അത് വളരെ സ്ട്രോങ് ആയി കൺസോൾട്ടേറ്റഡ് ആയി. ധോനി വന്നപ്പോ ഇപ്പൊ ആരും തെണ്ടുൽക്കറിനെ പറ്റി ആദ്യമായിട്ട് പറയാറുണ്ടോ? വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ടാവും. അതുപോലെയാണ് ഇപ്പൊ ശശി തരൂരിന്റെ അവസ്ഥ. ഈ സിറ്റിയിലുള്ള വോട്ട് ആ കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് വെർട്ടിക്കലി സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം എനിക്കൊരു കൃത്യം പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ശശി തരൂർ ഫാൻസ്. അപ്പം അതൊരു ഫാക്ടറാണ്. അപ്പൊ അതുകൊണ്ട് ഈ സിറ്റിയിൽ വലിയ മേൽക്കൈ രാജീവിന് ഉണ്ടാവുകയും പിന്നെ അത്രത്തോളം ഇതിപ്പോ തീരപ്രദേശങ്ങൾ ഇല്ലാതിരിക്കുകയും മുസ്ലിം വോട്ട് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നത് ശശി തരൂരിലേക്ക് പോകാനാണ് സാധ്യത. പക്ഷെ ഈ സിറ്റിയിലുള്ള അനുകൂല ഘടകങ്ങൾ കൊണ്ട് ജയിച്ചു കയറാനാണ് സാധ്യത. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ഏതെങ്കിലും ഘടകം കൊണ്ട് ഒന്നങ്ങ് സ്റ്റെക്കായി വരികയാണെങ്കിൽ അവിടെയാണ് പന്ന്യന് ഒരു സാധ്യത. പക്ഷെ അതൊരു വിദൂര സാധ്യതയാണ്. അരുൺ, ശരി ഫക്രുദ്ദീൻ അലി. അരുൺ, ഇവിടെ നമുക്ക് ഈ മൂന്ന് മുന്നണികളും പ്രധാനമായും CPM-ഉം CPI-യും LDF-ഉം BJP-യും കോൺഗ്രസും ഒക്കെ ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടായിരിക്കുമല്ലോ തെരഞ്ഞെടുപ്പിന് ശേഷം. ബൂത്തുകൾ തലത്തിലുള്ള വിലയിരുത്തൽ പോലും ഉണ്ടായ പശ്ചാത്തലമുണ്ട്. അങ്ങനെ പങ്കുവെക്കുമ്പോൾ അവർ എന്താണ്
ഏറ്റവും ഒടുവിലായി നമ്മളോട് മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞു വെക്കുന്നത് അവരുടെ ഉള്ളിൽ സംസാരിക്കുന്ന കാര്യം എന്താണ്? ആത്മവിശ്വാസം എല്ലാവർക്കും പുറത്ത് പ്രകടിപ്പിക്കുമ്പോഴും ആശങ്കയ്ക്കുള്ള ഘടകങ്ങൾ ഈ മൂന്ന് മുന്നണികൾക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കണ്ടേ? തീർച്ചയായും കൃത്യമായ ഒരു വിജയപ്രതീക്ഷ 100% മാർക്കിനുണ്ടെന്ന് വെച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം എങ്ങനെയാണ് ഈ വോട്ടുകൾ മാറുന്നത്, എങ്ങോട്ടാണ് ഈ വോട്ടുകൾ പോയത്, എവിടെയാണ് വോട്ടുകൾ നിശബ്ദമായത്, അതായത് ഈ വിട്ടുനിൽക്കുന്ന വോട്ടർമാർ ആരുടേതാണ്? ഇടതുമുന്നണി അവരുടെ എല്ലാ വോട്ടുകളും പോൾ ചെയ്യുമെന്ന് പറയുന്നു, കോൺഗ്രസും അത് അവകാശപ്പെടുന്നു, BJP അവകാശപ്പെടുന്നു. അങ്ങനെ വരുമ്പോഴും കൃത്യമായൊരു ഉത്തരം ആര് ജയിക്കുമെന്ന് ആർക്കും പറയാനാകാത്ത സ്ഥിതിയുണ്ട്. തരൂർ ക്യാമ്പ് പൂർണ്ണമായും വിജയിക്കുമെന്ന് ഉറപ്പു പറയുന്നു. തങ്ങളുടെ പരമ്പരാഗത വോട്ടുകൾ തങ്ങളിലേക്ക് വരുമെന്നവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവർ വിജയപ്രതീക്ഷ. തരൂറിൻ്റെ വോട്ട് ബാങ്കിൻ്റെ ചോർച്ചയും അതുപോലെ തന്നെ ഇടത് വോട്ടുകൾ CPM വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടതും അത് പന്നിൻ ഡിവിഷനിലേക്ക് പോയതുമാണ് BJPയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയുടെ അടിസ്ഥാനം. അത് BJP അങ്ങനെ കണക്കുകൂട്ടുന്നു. തങ്ങളുടെ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടത് തന്നെയാണ് CPMൻ്റെയും ഇടതുമുന്നണിയുടെയും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. മാത്രവുമല്ല ഈ ന്യൂനപക്ഷങ്ങൾ തങ്ങൾക്കൊപ്പം നിന്നു എന്നവർ കരുതുന്നു. അത് വലിയൊരു വിഭാഗമെങ്കിലും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ, മുസ്ലിം ന്യൂനപക്ഷങ്ങൾ വലിയൊരു വിഭാഗവും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളിലെ ചെറിയൊരു വിഭാഗവും തങ്ങൾക്കൊപ്പം നിന്നു. മാത്രവുമല്ല തീരമേഖലയുടെ വോട്ടുകളും ഇത്തവണ തങ്ങൾക്ക് അനുകൂലമായി വരുമെന്ന് ഇടതുമുന്നണി കണക്കുകൂട്ടുന്നു. രാഷ്ട്രീയ വോട്ടുകൾക്കപ്പുറത്തേക്കുള്ള ഈ തരൂരിൻ്റെ വോട്ട് ബാങ്കിൽ നിന്നുള്ള ചോർച്ച തന്നെയാണ് ഇടതുമുന്നണിയുടെ വിജയപ്രതീക്ഷയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇടതുമുന്നണിക്ക് അങ്ങനെ ഒരു വിജയപ്രതീക്ഷയുണ്ട്. ഏറ്റവും കൂടുതൽ അങ്ങനെ വിലയിരുത്തലുകൾ തന്നെയാണ്. സമുദായ വോട്ടുകൾ വളരെ പ്രധാനമാണല്ലോ ഫക്രുദ്ദീൻ. ഇവിടെ നേരത്തെ തീരദേശ മേഖലയിലെ നിരവധിയായ വോട്ടുകളുണ്ട്. SNDP സംസ്ഥാന വ്യാപകമായി ഈ തെരഞ്ഞെടുപ്പിലെടുത്ത ഒരു പ്രധാനപ്പെട്ട നിലപാടുണ്ട്. ഒപ്പം NSSൻ്റെ വോട്ടുകളുണ്ട്. എല്ലാ മേഖലയിലും എല്ലാ തരത്തിലുമുള്ള നീക്കങ്ങൾ നടത്തന്നെയാണ് BJP സ്ഥാനാർത്ഥിയും തരൂരും നീങ്ങിയത് എന്നതും പ്രധാനമാണ്. അത് ഇത്തവണ ആ വോട്ടുകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? നമുക്കറിയാം SNDPയുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശനും പ്രിയ നടേശനും ഒക്കെ BJPക്കായി പല സ്ഥലങ്ങളിലും പ്രസംഗിച്ചതൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പ് കാലയളവിൽ കണ്ടതാണ്. അത് ഏത് തരത്തിലാകും ഈ സമുദായ വോട്ടുകൾ തലസ്ഥാനത്ത് ഇത്തവണ മാറുക? അതങ്ങനെ മാറുകയാണെങ്കിൽ അതിനുള്ള സാഹചര്യം എന്തായിരിക്കും? SNDPയുടെ വോട്ട് ഈ പറഞ്ഞ ഉൾക്കേരള അടിസ്ഥാനത്തിൽ എങ്ങനെ മാറാൻ എനിക്ക് സംശയമുണ്ട്. കാരണം ഞാൻ തൃശ്ശൂര് ലോക്സഭാ മത്സരം വളരെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ അവിടെ എനിക്ക് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരാൾ ഒരു മെസ്സേജ് അയച്ചിരുന്നു. SNDP യൂണിയന്റെ പേരൊന്നല്ല, പക്ഷെ ഈ കമ്മ്യൂണിറ്റിയുടെ പേരാണ്. അപ്പൊ അതിൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സമുദായത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികളെ എല്ലാവരും ജയിപ്പിക്കണം, എല്ലാ പാർട്ടിക്കും നമ്മളെ ആളുകളെ മാത്രം ജയിപ്പിക്കാം. അല്ല മറ്റേ ആളെ ജയിച്ചിട്ട് സുരേഷ് ഗോപി നായർ ജയിച്ചിട്ട് നമുക്ക് എന്താ കാര്യം? അതുപോലെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. പക്ക വർഗീയതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വെള്ളാപ്പള്ളി ഫാമിലി BJPക്ക് അനുകൂലമായിട്ട് എത്രത്തോളം സംഘടന എന്നുള്ളത് എനിക്ക് വലിയ സംശയമുണ്ട്. അതാണ് ഒരു ഫാക്ടർ. പിന്നെ രണ്ടാമത്തെ കാര്യം മുസ്ലിം വോട്ട് എനിക്ക് തോന്നുന്നു ഈ പൊതുവെ ശശി തരൂർ ആണ് ഇവിടെ. 2019 മറ്റൊരു ശബരിമല വികാരം ഉണ്ടായിരുന്നു, രാഹുൽ ഗാന്ധിയുടെ വരവ് ഉണ്ടായിരുന്നു, കൺസോൾട്ടേഷൻ, ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ തരൂരിനെ ഭയങ്കരമായി സ്വാധീനിച്ചിരുന്നു, സഹായിച്ചിരുന്നു. അല്ല ഞാൻ പറഞ്ഞ മുസ്ലിം വോട്ടുകൾ കേരളത്തിൽ ഒറ്റ മോട്ടീവുണ്ട്, BJPയെ തോൽപ്പിക്കുന്നുണ്ട്. BJPയെ തോൽപ്പിക്കാൻ ആർക്ക് വോട്ട് ചെയ്ത ആളാണ് BJP തോൽക്കുക. മുസ്ലിംസിന് ജയിക്കണമെന്നൊന്നുമില്ല, BJP തോറ്റിട്ട്. അപ്പൊ BJPയെ തോൽപ്പിക്കാവുന്ന മുസ്ലിംസിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണ് മുസ്ലിംസിന്റെ വിശ്വാസം. അപ്പൊ BJPയെ തോൽപ്പിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥിയെ ഞാൻ മനസ്സിലാക്കാൻ ശശി തരൂർ എന്നാണ് കണ്ടിട്ടുള്ളത്. ഇനിയിപ്പോ അവസാന നിമിഷം ഇന്റലിജൻസോ മറ്റോ പോയിട്ട് ഈ പറയുന്ന ഇൻഫർമേഷൻ ഗാദർ ചെയ്ത് അത് പാർട്ടിക്കാർ കൊടുത്തിട്ട് അത് മുസ്ലിം മേഖലയിലെ പ്രധാനപ്പെട്ട ആളുകൾ കണ്ട് ശശി തരൂർ തോൽക്കും, പിന്നെ നമുക്കാണ് സാധാരണ രീതിയിൽ വോട്ട് മറിച്ചിട്ടുണ്ടാക്കിയത്. അതിന്റെ ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്ത മുസ്ലിം വോട്ട് പോയിട്ടുള്ളത് ശശി തരൂരിനാണ്. അത് ശശി തരൂരിനുള്ള പ്രത്യേക സ്നേഹം കൊണ്ടൊന്നല്ല, ഈ ശശി തരൂർ ആണ് രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കാൻ കെൽപ്പുള്ള ആള് എന്നുള്ളൊരു ഫീൽ ഉള്ളതുകൊണ്ടാണ്. പിന്നെ ബാക്കി ലാറ്റിൻ വോട്ടുകളൊക്കെ പ്രധാനപ്പെട്ട ഒരു പോക്ക് ഉണ്ടായിരിക്കും നമുക്കറിയാം. അത് പൊതുവെ കോൺഗ്രസിന് അനുകൂലമായിട്ടുണ്ട്. പക്ഷെ അവിടെയും BJP എനിക്ക് തോന്നുന്നു എന്തോ ചില അവിടെയൊക്കെ ഫണ്ടും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നമുണ്ടാകും. പല ഫണ്ട് ഫ്രീസൊക്കെ ആയി കിടക്കും. അപ്പൊ കേന്ദ്രത്തിൽ BJP തിരിച്ചു വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. സ്വാഭാവികമായിട്ട് ആ ഒരു സാഹചര്യത്തിൽ അത്ര BJP ഈ സഭ തന്നെ പറയണ്ട അവരുടെ ഫണ്ടൊക്കെ ഫ്രീസായി കിടക്കാന്നൊക്കെ. അങ്ങനെ ആണെങ്കിൽ പോലും എല്ലാ കാലത്തും ഫ്രീസായി കിടക്കാൻ അവർ ആഗ്രഹിക്കില്ലല്ലോ. അപ്പൊ ആ രീതിയിൽ എന്തെങ്കിലും ആള് രാജീവ് ചന്ദ്രശേഖര ബുദ്ധിരാശ്വാസനാണ്. അതാണ് ഞാൻ പറഞ്ഞത്. മറ്റു വേറെ സ്ഥാനാർത്ഥികൾ അസസ് ചെയ്യുമ്പോൾ അയാൾ അസസ് ചെയ്യരുത്. മാത്രമല്ല അപ്പുറത്തെ അമിത്ഷാവിനെ പോലുള്ള വേറെ ബുദ്ധിരാശ്വാസന്മാരായിട്ടാണ് കൂട്ട്, നേരെ അവരുമായിട്ടാണ് ബന്ധം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി അവിടെ ഒപ്പിച്ചത് നമുക്ക് അറിയില്ല. നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. ഈ രാജീവിനെ മറ്റു സ്ഥാനാർത്ഥികളെപ്പോഴും കാണരുത്. ശരി അരുണ്, അതാണ് ഈ നമ്മൾ ഈ വിഴിഞ്ഞം സമരമൊക്കെ ഏറെ ചർച്ചയായ മണ്ഡലമാണ് തിരുവനന്തപുരം. അവിടെ ഏത് തരത്തിലാണ് ആദ്യഘട്ടത്തിലൊക്കെ സംഘടനകൾ നിലപാടെടുത്തെന്ന് നമുക്കറിയാം. അവരെ തീരദേശ മേഖലയിൽ രാജീവ് ചന്ദ്രശേഖർ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ ഈ സംഘടനകളെയൊക്കെ അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ സ്വാഭാവികമായും നടത്തുമല്ലോ. ഇതിന് വോട്ടെടുപ്പിന് ശേഷം അതൊക്കെ വിജയിച്ചു എന്ന വിലയിരുത്തൽ BJPക്ക് ഉണ്ടായിട്ടുണ്ടോ? അതോ മറുവശത്ത് കോൺഗ്രസിനെ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം തീരവോട്ടുകൾ മുഴുവൻ തങ്ങൾക്കൊപ്പം നിൽക്കും എന്നുള്ളത് തന്നെയാണോ ഇപ്പോഴും?
BJP ഒരു പരിധിവരെ പൂർണ്ണമായും ഈ തീരമേഖലയിലെ വോട്ടുകൾ തങ്ങൾക്കൊപ്പമെന്ന് BJP വിശ്വസിക്കുന്നില്ല. പക്ഷേ അവിടെ ഒരു വിള്ളലുണ്ടാക്കാൻ ശശി തരൂരിൻ്റെ രഞ്ജിത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം BJPക്ക് കൃത്യമായ ഒരു വോട്ട് ബാങ്ക്, കൃത്യമായ ഒരു വോട്ട് വിഹിതം തലസ്ഥാന മണ്ഡലത്തിലുണ്ട്. അതിനപ്പുറത്തേക്ക് അവർ ശ്രമിച്ചത് BJPയുടെ UDFൻ്റെ അതുപോലെ ഇടതുമുന്നണിയുടെയൊക്കെ വോട്ട് ബാങ്കിൽ വീഴ്ത്തി അവിടുന്ന് പരമാവധി വോട്ട് സമാഹരിക്കുകയാണ്. ആ വോട്ടുകൾ കിട്ടുമ്പോൾ ജയിച്ചു പോകാമെന്നുള്ളതാണ് അവരുടെ കണക്കൂട്ടൽ. അങ്ങനെ ഒരു ചെറിയ ശതമാനം വോട്ടെങ്കിലും തീരമേഖലയിൽ കഴിഞ്ഞ തവണ തരൂരിന് പോയ വോട്ടുകൾ തങ്ങളിലേക്ക് എത്തിയെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു അപ്പർ മിഡിൽ ക്ലാസിൻ്റെ വോട്ട് അത് തരൂരിന് പോയതിൽ വലിയൊരു വിഭാഗം തങ്ങൾക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. യുവാക്കളുടെ പുതിയ വോട്ടർമാരുടെ വലിയൊരു വോട്ട് തങ്ങൾക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ തരൂരിന് പോയ വോട്ടിൻ്റെ വലിയൊരു വിഹിതം തങ്ങളിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയാണ് BJPക്ക്. അത് BJPയുടെ തിരുവനന്തപുരത്തെ അടിസ്ഥാന വോട്ടുകൾ കൂടി ചേരുമ്പോൾ വിജയിക്കാനായ വോട്ടുകൾ ലഭ്യമാകുമെന്നാണ് അവരുടെ കണക്ക്, പ്രതീക്ഷ. CPMൽ നിന്നും അത്തരം വോട്ടുകൾ അവർ കുറച്ചെങ്കിലും പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല CPM അവരുടെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യിച്ചു. അങ്ങനെ ഇടതുമുന്നണി തങ്ങളുടെ വോട്ടുകൾ, രാഷ്ട്രീയ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാക്കുമ്പോൾ അത് തരൂരിന് പോകാതാകുമ്പോൾ അതുകൂടി, അതായത് CPM ഇടതുമുന്നണി പിടിക്കുന്ന വോട്ടുകൾ കൂടി തരൂരിൻ്റെ കുറച്ച് വോട്ടുകൾ അവിടേക്ക് കൂടി പോകും. അങ്ങനെ അതും തങ്ങൾ ഗുണമാകും. തരൂരിൻ്റെ വോട്ട് ബാങ്കിലെ ചോർച്ച തന്നെയാണ് BJPയുടെ ഇവിടെ വിജയപ്രതീക്ഷയുടെ അടിസ്ഥാനം. അത് ഇടതുമുന്നണി പിടിച്ച വോട്ടുകളാകട്ടെ അല്ലെങ്കിൽ BJPയിലേക്ക് വന്ന വോട്ടുകളാകട്ടെ, ഇത് കൂടി ചേരുമ്പോൾ വിജയം ഉറപ്പെന്ന ഒരു പ്രതീക്ഷയാണ് BJP ഇപ്പോൾ ഇവിടെ വച്ചു പുലർത്തുന്നത്. തീർച്ചയായും അതാണ്. നന്ദി ശ്രീ ഫക്രുദ്ദീൻ അലി. ഒപ്പം VV അരുൺ വിവരങ്ങൾ പങ്കുവച്ചു. അതാണ് തിരുവനന്തപുരത്തെ 3 മുന്നണികളുടെയും ഒരു പ്രതീക്ഷ വോട്ടെടുപ്പിന് ശേഷം. കാരണം പതിവില്ലാത്ത വിധം ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ BJPക്ക് ഒരു പക്ഷേ ആ തരത്തിൽ BJP ആദ്യം ഒരു അല്പം അങ്കലാപ്പിലായിരുന്നുവെങ്കിൽ പോലും പിന്നീട് ആ സ്ഥാനാർത്ഥിക്ക് കളം നിറയാനായി എന്നുള്ള ആത്മവിശ്വാസമാണ് അവസാന ഘട്ടത്തിൽ പുറത്തു വന്നത്. നേരത്തെ ഫക്രുദ്ദീൻ പറഞ്ഞ പോലെ എല്ലാ തന്ത്രങ്ങളും അറിയാവുന്ന, തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ തരത്തിലുള്ള രീതികളും അറിയാവുന്ന ഒരു സ്ഥാനാർത്ഥി വരുന്നു. തരൂരിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നു. കോൺഗ്രസ് ക്യാമ്പിൽ തന്നെ തരൂരിനുള്ള എതിർപ്പുകൾ പല ഘട്ടങ്ങളിലും പുറത്തു വരുന്നു. ഈ പ്രചരണ ഘട്ടത്തിലുടനീളം പലതരത്തിലുമുള്ള എതിർപ്പുകൾ തരൂർ നേരിടേണ്ടി വരുന്നു. പന്നിൻ്റെ വിന്ദിനെ പോലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ LDF അവതരിപ്പിക്കുന്നു. LDF വോട്ടുകൾ പൂർണ്ണമായും പതിലേക്ക് പോകുന്ന ഒരവസ്ഥ വരുന്നു. തീരദേശ മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള RCയുടെ പ്രചരണ കാലം വരുന്നു. അങ്ങനെ നിരവധിയായ പ്രത്യേകതകൾ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. അതിന് ഒരു മാസം കൂടി കാത്തിരിക്കണം. ഏതായാലും തിരുവനന്തപുരത്തെക്കുറിച്ചുള്ള അവലോകനമാണ് പ്രേക്ഷകർ കണ്ടത്. നമുക്കിനിയും